ഏകദേശം 20,000-ലേറെ വേക്കൻസി, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എക്സാമിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയം, പേടി, ഈ വക കാര്യങ്ങൾ, ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഡൗട്ട് ഉണ്ടാവും. അതർ ബാങ്ക് എക്സാംസിൽ പ്രധാനമായിട്ടും വരുന്ന സെബി, അതേപോലെ നബാർഡ്, പിന്നെ ഇൻഡിവിജ്വൽ ബാങ്ക് POs വിളിക്കും. ഇപ്പോൾ സെപ്പറേറ്റ് ബാങ്ക് ഓഫ് ബറോഡ, മണിപ്പാൽ കോഴ്സായിട്ട് വിളിക്കും. പിന്നെ അവരെന്താണ് വർക്ക് ചെയ്തിട്ടാണ്, പഠിച്ചിട്ടാണ് അവർക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് എനിക്ക്, നമ്മളുടെ ബാങ്ക് എക്സാംസ് എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഈ വരുന്ന കൊല്ലം, അതായത് 2024 ഇപ്പം നവംബറായി, അടുത്ത കൊല്ലം 2025, 2024 ലാസ്റ്റ് 2025 ഏകദേശം ഫസ്റ്റ് ഹാഫോടുകൂടി ഏകദേശം 20,000-ലേറെ വേക്കൻസിയാണ് ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 20,000-ലേറെ വേക്കൻസി, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, ഇതൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളാണ്, ഏതൊക്കെ ബാങ്കുകളാണ് ഇക്കൊല്ലം നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നതെന്ന്. ജസ്റ്റ് നിങ്ങൾക്ക് നമ്മളുടെ ഒരു ബാങ്ക് ഗോൾഡ് ബാച്ച് എൻട്രിയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബാച്ചാണ്. ഒന്നും അറിയാത്തൊരു സ്റ്റുഡൻറ്റ് ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ ആ സ്റ്റുഡൻറ്റിനെ ഫുൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞ് വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്ത് സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്ത് മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും ഇൻ്റർവ്യൂ കോച്ചിങ്ങും വരെ കൊടുത്തിട്ടാണ് ഈ ബാച്ചിൽ നിന്നും ആ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക. ആ ബാച്ച് നടന്നുകൊണ്ടിരിക്കും. ആ സ്റ്റുഡൻറ്റിന് എന്തൊക്കെ അവൈലബിൾ ആയിരിക്കും? ത്രൂ ഔട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യാനും മെയിൻസിൻ്റെ പ്രിപ്പറേഷനും നിങ്ങൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ. ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്നത് എവിടെയാണ് നിങ്ങൾ വീക്ക്, എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങളെ അനാലിസിസ് ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഈ ബാച്ചിൽ നമ്മൾ സ്റ്റുഡൻസിനെ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ AI സപ്പോർട്ടോടു കൂടിയുള്ള അനാലിസിസും ഈ ബാച്ചിൻ്റെ ബെനിഫിറ്റാണ്. ഇനി സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത്, അതേപോലെ തന്നെ ഈ വരുന്ന കൊല്ലം ഏതൊക്കെ ബാങ്കുകളാണ്, ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എക്സാമിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയം, പേടി, ഈ വക കാര്യങ്ങൾ, ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരാനായിട്ട് എൻട്രിയുടെ കൗൺസിലിംഗ് ടീം റെഡിയാണ്. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. 7736122215 എന്നുള്ള നമ്പർ, 7736122215 എന്നുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും, നിങ്ങളുടെ ഈ പഠിക്കുന്നതിൽ നിന്നും പിന്നോക്കം വലിക്കുന്ന കാരണങ്ങൾ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മളുടെ കൗൺസിലിംഗ് ടീം തരുന്നതായിരിക്കും. നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം എപ്പോഴും റെഡിയാണ്. ഇനി പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ. ഇനി അതായത് ഇക്കൊല്ലത്തെ 2024 ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന SBA PO, SBA ക്ലർക്ക് നോട്ടിഫിക്കേഷനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻട്രിയിൽ മെയിൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്. ഗോൾഡ് ബാച്ചിൻ്റെ അതേ ഫീച്ചേഴ്സ് ഇവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയാനും മെയിൻസ് എക്സാമിൻ്റെ പാറ്റേൺ, സിലബസ്, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ കൗൺസിലിംഗ് ടീം ഉണ്ടല്ലോ, അവരെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ എത്രയാണ്? 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും. സെറ്റല്ലേ എല്ലാവരും? ഓക്കെയാണ്. ഞാൻ പറഞ്ഞു 20,000-ലേറെ ഓപ്പർച്യൂണിറ്റീസ്, എബൌട്ട് 20,000 വേക്കൻസീസ് ആണ് ഇനി വരുന്ന ഈ 2005 നിങ്ങളെ കാത്തിരിക്കുന്നത്. സ്ക്രീനിൽ കൊള്ളുന്നില്ല, അത്രയ്ക്കധികം വേക്കൻസീസ് ഉണ്ട്. സാധാരണ എല്ലാ കൊല്ലവും വിളിക്കുന്ന പോലെ തന്നെ IBPS RRB PO ആൻഡ് ക്ലർക്ക് ഇക്കൊല്ലവും
വിളിക്കും, 2025 വിളിക്കും. സോ IBPS ക്ലർക്ക്, IBPS PO, IBPS SO എന്തായാലും ഈ വട്ടം ഉള്ളതാണ്. അതുകൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന SBA PO ക്ലർക്ക് 2024-2025 എന്തായാലും ഉണ്ട്. SBA അപ്രൻറ്റിഷിപ്പും ഇക്കൊല്ലം വിളിക്കുന്നതാണ്. സിഡ്ബി റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ്, ബാങ്ക് ഓഫ് ബറോഡ SO, ECGC PO. അതുകൂടാതെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളുടെ ഏറ്റവും വലിയ പോസ്റ്റുകളായിട്ടുള്ള RBI അസിസ്റ്റൻ്റ് ആൻഡ് RBI ഗ്രേഡ് B അതും ഇക്കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അടുത്തത് ഏതാണ്? IDBIയുടെ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ്, IDBI SO, ദെൻ IDBI അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനും ഇക്കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എന്തായാലും ഇക്കൊല്ലം വിളിക്കുന്നുണ്ട്. അത് കൂടാതെ ഇൻഷുറൻസ് മേഖലയിൽ ഏതൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ് മേഖലയിൽ പ്രതീക്ഷിക്കുന്ന വേക്കൻസീസ്? യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് അസിസ്റ്റൻറ്റ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി AO വിളിക്കുന്നുണ്ട്, LIC അസിസ്റ്റൻറ്റും വിളിക്കുന്നുണ്ട്, പിന്നെ അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, ഓറിയൻ്റൽ ഇൻഷുറൻസ്, അതേപോലെ തന്നെ നമ്മളുടെ ESIC UDC എന്തായാലും വിളിക്കുന്നുണ്ട്, മാനേജർ പോസ്റ്റുകളിലേക്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളുടെ അതർ ബാങ്ക് എക്സാംസിൽ പ്രധാനമായിട്ടും വരുന്ന SEBI, അതേപോലെ NABARD, പിന്നെ ഇൻഡിവിജ്വൽ ബാങ്ക് POs വിളിക്കും. ഇപ്പോൾ സെപ്പറേറ്റ് ബാങ്ക് ഓഫ് ബറോഡ, മണിപ്പാൽ കോഴ്സായിട്ട് വിളിക്കും, കാനറ ബാങ്ക് വിളിക്കും, ബാങ്ക് ഓഫ് ഇന്ത്യ വിളിക്കും. ആ പോസ്റ്റുകളിലേക്കുള്ള എക്സാംസ്, പിന്നെ SO IBPS സ്പെഷ്യലിസ്റ്റ് ഓഫീസർ SO, RBI അസിസ്റ്റൻറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, പിന്നെ NABARD ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ്. NABARDിലേക്കൊക്കെ ഒരുപാട് വേക്കൻസീസിലേക്ക് വിളിക്കും കേട്ടോ, ഓരോ പോസ്റ്റുകളിലേക്ക്. എക്സിം ബാങ്ക്, ECGC PO, NPS ഗ്രേഡ് A, NHB AM, EPFO. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേക്കൻസീസാണ് ഇക്കൊല്ലം വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് ഈ പ്രൈവറ്റ് ബാങ്കുകളുണ്ടല്ലേ, ഇപ്പോൾ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്, പിന്നെ യെസ് ബാങ്ക്. അങ്ങനെ നിങ്ങൾ ഇതിലെ എല്ലാ പ്രൈവറ്റ് ബാങ്കും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കർണാടക ബാങ്ക്. അപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകളും ക്ലർക്കൽ പോസ്റ്റുകളിലേക്കും PO പോസ്റ്റുകളിലേക്കും ഇക്കൊല്ലം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഞാൻ പറഞ്ഞത് കുറച്ചാണ് അല്ലേ, ജസ്റ്റ് ഏതൊക്കെ ബാങ്കുകളാണ്, ഏതൊക്കെ എക്സാംസ് ആണ് നടക്കാമെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൻ്റെ വേക്കൻസീസ് എത്രയ്ക്ക് ഉണ്ടാവുമെന്ന് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഏകദേശമാണ് നമ്മളൊരു ഐഡിയ ആണ് പറഞ്ഞത്, 20,000-ലേറെ വേക്കൻസി എന്ന് ഇക്കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം? ഒരു കടലാണ് നിങ്ങളുടെ മുന്നിൽ അല്ലേ, ആ കടലിലേക്ക് എങ്ങനെ നിങ്ങൾ ഇറങ്ങണം എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഡൗട്ട് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്തേ ചെയ്യുള്ളൂ, ബാക്കിലേക്കേ പോവുള്ളൂ. ഇതെന്നെക്കൊണ്ട് സാധിക്കില്ല, ഇതെന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് ഉണ്ട് അല്ലേ, മെയിൻസ് ഉണ്ട്, ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല, ഇൻ്റർവ്യൂ ഉണ്ട്. നിങ്ങളെപ്പോലെ തന്നെയാണ് ഏതൊരു സ്റ്റുഡൻറ്റും ആദ്യം. പിന്നെ അവരെന്താണ് വർക്ക് ചെയ്തിട്ടാണ്, പഠിച്ചിട്ടാണ് അവർക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ, എങ്ങനെ അപ്ലൈ ചെയ്യണം, എപ്പോൾ അപ്ലൈ ചെയ്യണം, എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, ഒരുപാട് ക്വയറീസ്, ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. പേടിക്കേണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ കൗൺസിലിംഗ് ടീം ഫുൾ ടൈം റെഡിയാണ്. അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ പറഞ്ഞത്, ഏതാണ് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളും നമ്മളുടെ കൗൺസിലിംഗ് ടീം എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്ത് തരും. ധൈര്യമായിട്ട് വിളിച്ചോ, എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ, അവർ ഫുൾ ടൈം നിങ്ങളെ എന്ത് ചെയ്യാൻ റെഡിയാണ്, ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട് കാര്യങ്ങളും നമ്മളെ കൗൺസിലിംഗ് ടീം എന്ത് ചെയ്ത് തരും, ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇക്കൊല്ലം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കടലോളം വേക്കൻസിയാണ്, ഒരു കുന്നോളം വേക്കൻസിയാണ്. അതിൽ നിന്നും ഒരെണ്ണം മതി നിങ്ങൾക്ക് അല്ലേ, ഒരാൾക്ക് ഒരെണ്ണം മതി. അതൊന്ന് എത്തിപ്പിടിക്കുക, അത് കൈപ്പിടിയിൽ ഒതുക്കുക. അതിനു വേണ്ടി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇക്കൊല്ലം നിങ്ങളുടേതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.